ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ചന്ദ്രിക പുതിയ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീത ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക പുതിയ ഡിസൈനാണോ? അതേ ഗീത, സിദ്ധാർത്ഥ് സാറ് പറഞ്ഞിട്ടുണ്ട് 2 ദിവസത്തിനകം പുതിയ ഡിസൈൻസ് ക്ലയൻസിന് പ്രസൻറ്റ് ചെയ്യണമെന്ന്. അതാ പുതിയ ഡിസൈൻസൊക്കെ വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗീത ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇന്ന് ലേറ്റായിട്ടേ വീട്ടിൽ പോകുന്നുള്ളോ? അതേ ഗീത, ചന്ദ്രിക പറയാണ്. അതേസമയം ചന്ദ്രിക വരയ്ക്കുന്നത് പോലെ തന്നെ ഡിസൈൻസ് മേഘയും വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മേഘ ചിന്തിക്കുന്നുണ്ട്, ഞാൻ വരയ്ക്കുന്ന ഡിസൈൻസ് തന്നെ ക്ലയൻറ്റ് അപ്രൂവ് ചെയ്യണം. ഇതിൽ ഞാൻ തോറ്റുപോയാ പിന്നെ ചന്ദ്രികയോട് തോറ്റുപോയതുപോലെ ആയിരിക്കും. അപ്പോൾ സിദ്ധുവും അച്ഛനും എനിക്കൊന്നും അറിയില്ലെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഈ ഡിസൈൻസ് പെർഫെക്റ്റായി വർക്ക് ചെയ്ത് സിദ്ധു വിചാരിച്ചത് നടക്കാതെ ആക്കണം. മേഘ ഉറച്ച തീരുമാനത്തോടു കൂടി കോൺഫിഡൻസോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. മേഘ ലാപ്ടോപ്പിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ചന്ദ്രിക പേപ്പറിലാണ് അവളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയം ലേറ്റാവുന്നതനുസരിച്ച് ഓഫീസിലുള്ള ഓരോ സ്റ്റാഫുകളായിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഗീതയുടെ സമയം വന്നപ്പോൾ ഗീതയും ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രികയെ ഞാൻ പോവുകയാണേ. ശരി ഗീത. ചന്ദ്രിക അവൾക്ക് സമ്മതം കൊടുക്കുകയാണ്. ഗീത പോയതിനു ശേഷവും ചന്ദ്രികയും മേഘയും മാത്രമാണ് ഓഫീസിലുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ആ ഒരു ഡിസൈനിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. ചന്ദ്രിക അവളുടെ കയ്യിലിരിക്കുന്ന പേപ്പറുകളിലും അതുപോലെ തന്നെ മേഘ അവളുടെ ലാപ്ടോപ്പിലുമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമയം 9 മണി കഴിഞ്ഞ് 10 മണിയായി. ആ സമയത്താണ് മേഘ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ നോക്കുന്ന സമയത്ത് ചന്ദ്രികയും വർക്ക് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രികയെ, സമയം 10 മണിയായല്ലോ, നീ വീട്ടിലേക്ക് പോകുന്നില്ലേ? അപ്പോഴാണ് ചന്ദ്രിക മേഘയെ നോക്കുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല മേഘ, സാറ് പറഞ്ഞ ഡിസൈൻസിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത് കേട്ടതും മേഘയ്ക്ക് വല്ലാത്തൊരു കുശുമ്പ് തോന്നുന്നുണ്ട്. അവൾ പറയാണ്, ഓ ഡിസൈൻസ് വരയ്ക്കുവാണോ? ചെയ്തോ ചെയ്തോ. ചന്ദ്രിക പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും അവളുടെ ഡിസൈൻ വരയ്ക്കുന്ന തിരക്കിലേക്ക് പോവുകയാണ്. ആ സമയത്ത് മേഘ ചിന്തിക്കുന്നുണ്ട്, നീ വരയ്ക്കുന്ന ഡിസൈൻസ് എങ്ങനെയാണ് ക്ലയൻറ്റിനെ അപ്രൂവ് ചെയ്യാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കുറച്ചു നേരം കൂടി ചന്ദ്രികയെ തന്നെ നോക്കി നിന്നതിന് ശേഷം മേഘ ചോദിക്കുന്നുണ്ട്, ചന്ദ്രികയെ, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, നീ കൂടെ വരുന്നുണ്ടോ? അപ്പോൾ ചന്ദ്രിക പറയാണ്, ശരി മേഘ, എങ്കിൽ ഞാനും കൂടെ വരാം. അങ്ങനെ അതുവരെ ഡിസൈൻസ് വരച്ചിട്ടുണ്ടായിരുന്ന പേപ്പറുകളൊക്കെ ഒന്ന് ചട്ടിയാക്കിയിട്ട് ചന്ദ്രിക തൻ്റെ ടേബിളിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്, മേശവലിപ്പിനുള്ളിലേക്ക്. അപ്പോൾ മേഘ ചിന്തിക്കുന്നുണ്ട്, ഓഹോ, വരച്ച ഡിസൈൻസൊക്കെ ഇവിടെയാണല്ലേ വെക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഓഫീസിൽ നിന്ന് ഇറങ്ങുകയാണ്. നേരം വെളുത്ത സമയത്ത് ചന്ദ്രികയും മലരും മുറ്റത്ത് തന്നെയാണ് ഉള്ളത്. മലരി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചന്ദ്രിക അരിയൊക്കെ വൃത്തിയാക്കുകയാണ്. ആ സമയത്താണ് ഒരു ഗുഡ്സ് ഓട്ടോ അവിടെ വന്ന് നിർത്തിയത്. ചന്ദ്രികയ്ക്ക് കാര്യം മനസ്സിലായില്ല. ആ വണ്ടിയിൽ നിന്നും ഫ്രിഡ്ജും അതുപോലെ വാഷിംഗ് മെഷീനും പിന്നെ ഗ്രൈൻഡറും അങ്ങനെ ഒരുപാട് പുതിയ പുതിയ സാധനങ്ങൾ എടുത്തിട്ട് പുറത്തേക്ക് വെക്കുകയാണ്. ചന്ദ്രികയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടി വരുന്ന ശബ്ദം കേട്ടപ്പോൾ മഹേന്ദ്രനും ലക്ഷ്മിയും അടുത്ത വീട്ടിൽ നിന്ന് വന്നിട്ട് അത് നോക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രികയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ വന്ന ഓട്ടോക്കാരോട് സംസാരിക്കുകയാണ്, ഇതെന്താ ചേട്ടാ ഇവിടെ കൊണ്ടുവന്ന് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ടി വിയും ഒക്കെ ഇറക്കുന്നത്? അപ്പോൾ അതിലുള്ള ഒരാൾ പറയാണ്, മഹേന്ദ്രൻ സാറാണ് ഇവിടെയെല്ലാം ഇറക്കാൻ പറഞ്ഞത്. ചന്ദ്രികയ്ക്ക് അപ്പോഴും ഒന്നും മനസ്സിലാവുന്നില്ല. അവൾ സംശയത്തോട് ചോദിക്കുകയാണ്, മഹേന്ദ്രൻ സാറ് പറഞ്ഞെന്നോ? അതെ. പക്ഷേ മലര ആകെ സന്തോഷത്തിലാണ്. ചന്ദ്രിക വീണ്ടും കൺഫ്യൂഷനായിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, അത് മഹേന്ദ്രൻ സാറിൻ്റെ വീട്ടിലായിരിക്കും ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾക്ക് വീട് മാറിപ്പോയിട്ടാ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയത്. അപ്പോൾ അയാൾ വീണ്ടും പറയാണ്, ഇല്ല മാഡം, ഇവിടെ തന്നെയാണ് കൊണ്ടുവന്ന് ഇറക്കാൻ പറഞ്ഞത്. അപ്പോൾ ചന്ദ്രിക വീണ്ടും പറയാണ്, ആയിരിക്കില്ല ചേട്ടാ, ഈ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടേ ഇല്ല. പിന്നെ എങ്ങനെ ഇവിടെ ഇറക്കാൻ പറയുക? ചേട്ടൻ എന്തായാലും ഇവിടെ നിൽക്കും, ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. എന്നിട്ട് മലരനെയും വിളിച്ചുകൊണ്ട് മഹേന്ദ്രൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചന്ദ്രിക. ചന്ദ്രിക വരുന്ന സമയത്ത് മഹേന്ദ്രനും ലക്ഷ്മിയും ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ ചന്ദ്രിക സംശയത്തോട് ചോദിക്കുകയാണ്, സാറേ, സാറാണോ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഗ്രൈൻഡറും ഒക്കെ അവിടെ ഇറക്കാൻ പറഞ്ഞത്? അതെ ചന്ദ്രികയെ. മഹേന്ദ്രൻ ഒട്ടും പതറാതെ പറയാണ്. പക്ഷെ ചന്ദ്രിക ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. എന്തിനായിരിക്കും ഇതൊക്കെ തൻ്റെ വീട്ടിൽ ഇറക്കാൻ പറഞ്ഞതെന്ന് ആലോചിച്ചിട്ട്. പക്ഷെ മലരാകെ സന്തോഷത്തിലാണ്. ആ സമയത്ത് ചന്ദ്രിക വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല, എന്തിനാ സാറേ അവിടെ ഇറക്കാൻ പറഞ്ഞേ? അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, നിന്റെ വീട്ടിലിറക്കിയ അതൊക്കെ നിനക്ക് വേണ്ടി വാങ്ങിയതാണെന്നല്ലേ അർത്ഥം? ചന്ദ്രിക ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവൾ ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഈ പറയുന്നത്? എനിക്ക് വേണ്ടിയാണെന്നോ ടി വിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വാങ്ങിയത്? ഞാനിതൊക്കെ വേണമെന്ന് പറഞ്ഞില്ലല്ലോ സാർ. അപ്പോൾ ചിരിച്ചുകൊണ്ടാണ് മഹേന്ദ്രൻ സംസാരിക്കുന്നത്. നീ ചോദിച്ചാലേ നിനക്കിതൊക്കെ വാങ്ങിത്തരാൻ പാടുള്ളോ? അപ്പോൾ ചന്ദ്രിക വീണ്ടും പറയാണ്, അല്ല സാർ, ഇതൊന്നും എനിക്ക് ആവശ്യമില്ലാത്തതാ. ഇതൊന്നും ഉപയോഗിക്കാൻ മാത്രമുള്ള യോഗ്യതയൊന്നും എനിക്കില്ല സാർ. അത് കേട്ട് ലക്ഷ്മി പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, യോഗ്യത നമ്മളെ തേടി വരുന്നതല്ല, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാ.
ചന്ദ്രികയ്ക്ക് ഒന്നും മനസ്സിലാവാതെ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ്. ആ സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, ചന്ദ്രികെ, ഒരു ഗ്രൈൻഡർ പോലും ഇല്ലാതെ ഇനിയും എത്ര നാളെന്ന് വെച്ചാൽ നീ കൈകൊണ്ട് മാവരക്കുന്നത്? ഒരു ഗ്രൈൻഡർ ഉണ്ടായിരുന്ന എത്രയും പെട്ടെന്ന് ജോലി തീരുമല്ലോ. പക്ഷേ ചന്ദ്രികയ്ക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്ന നീ വാങ്ങിക്കുന്ന പച്ചക്കറികളെല്ലാം കേടുകൂടാതെ സൂക്ഷിക്കാം. ടി വി ഉണ്ടായ മലറിന് കാർട്ടൂണൊക്കെ കാണാലോ. നിനക്കും സീരിയലും സിനിമയൊക്കെ കാണാം. അപ്പോൾ ചന്ദ്രിക പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഇതൊന്നും ഇല്ലാതെയല്ലേ അമ്മേ ഇപ്പോഴും ജീവിക്കുന്നത്? എന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് എന്തിനാ അമ്മേ ഈ ആർഭാട സാധനങ്ങളൊക്കെ? എന്നിട്ട് വീണ്ടും മഹേന്ദ്രനോട് പറയാണ്, സാറേ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട സാറേ. ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കാശും എൻ്റെ കയ്യിലില്ല. അത് കേട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും ചിരിക്കുകയാണ്. മാത്രമല്ല മഹേന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രികെ, ഈ സാധനങ്ങൾക്കൊന്നും നീ പൈസ തരേണ്ടതില്ല. ഇതിനുള്ള പണം നമ്മുടെ കമ്പനി തന്നെ കൊടുത്തോളും. ചന്ദ്രികയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഇത് നിനക്ക് മാത്രമല്ല ചന്ദ്രികെ, നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ലക്ഷ്മിയും സമ്മതിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരെയെല്ലാം സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരും തന്നെ കമ്പനി വിട്ട് പുറത്തേക്ക് പോവാത്തത്. ലക്ഷ്മി പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്രികയെ നോക്കിയപ്പോൾ ചന്ദ്രിക വീണ്ടും പറയാണ്, സാറ് പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ഇതൊന്നും എനിക്ക് വേണ്ട സാർ. അത് കേട്ട സമയത്ത് മഹേന്ദ്രൻ താഴോട്ടേക്ക് വന്നിട്ട് മലറിനോട് സംസാരിക്കുകയാണ്. മലർ, മോൾക്ക് ടി വി വേണോ വേണ്ടയോ? അപ്പം മലർ പെട്ടെന്ന് തന്നെ പറയാണ്, വേണം മുത്തശ്ശ. അത് കേട്ട് ചന്ദ്രിക അവളെ വഴക്ക് പറയാൻ നോക്കുന്നുണ്ട്. പക്ഷെ ലക്ഷ്മി പുഞ്ചിരിക്കുകയാണ്. അപ്പം മഹേന്ദ്രൻ പറയുന്നുണ്ട്, കണ്ടില്ലേ, മലറിന് ടി വി വേണമെന്ന്. അതിനുശേഷം മഹേന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ്, മലർ, ഒരുപാട് ഐസ്ക്രീം വാങ്ങിച്ച് അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കണോ വേണ്ടയോ? കഴിക്കണം മുത്തശ്ശ. അയാൾ വീണ്ടും ചന്ദ്രികയോട് പറയാണ്, നോക്ക്, മലറിന് ഫ്രിഡ്ജും ആവശ്യമുണ്ട്. അത് കേട്ട് ലക്ഷ്മിയും പുഞ്ചിരിക്കുകയാണ്. അപ്പം മഹേന്ദ്രൻ വീണ്ടും കുഞ്ഞിനോട് ചോദിക്കുകയാണ്, ഡെയിലി അമ്മ ആട്ടുകല്ലിൽ പാടുപെട്ട് മാവരക്കണോ അതോ ഗ്രൈൻഡറിൽ ഈസിയായി മാവരക്കണോ? അപ്പോൾ തന്നെ മലര് പറയുന്നുണ്ട്, അമ്മ ഒട്ടും കഷ്ടപ്പെടാതെ മാവരക്കണം മുത്തശ്ശ. അങ്ങനെയാണ്. ലക്ഷ്മിയും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുകയാണ്, അപ്പോൾ ഗ്രൈൻഡർ വേണോ വേണ്ടയോ? വേണം മുത്തശ്ശ. അത് കഴിഞ്ഞ് മഹേന്ദ്രൻ ചന്ദ്രികയെ നോക്കിയ സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, എന്താ സാർ ഇത്? കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ അവരങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മലറിന് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ ഇതൊക്കെ വാങ്ങിയേ പറ്റൂ. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഒന്ന് പോ സാറേ, സാർ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. അത് കേട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും പരസ്പരം നോക്കി പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹത്തിന് ഒരളവില്ലാതെ പോവുക. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ശരി വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് നോക്കാം. അങ്ങനെ അവർ 4 പേരും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ സമയത്ത് അവർ നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ പറയാണ്, നിങ്ങളെന്താ ഇവിടെ തന്നെ നോക്കി നിൽക്കുന്നത്? സാധനങ്ങളൊക്കെ ശരിയായ അകത്ത് സ്ഥാനത്ത് കൊണ്ടുപോയി വെക്ക്. ശരി സാർ, ഇപ്പം തന്നെ ചെയ്യാം സാർ. അങ്ങനെ അവർ ആ സാധനങ്ങളൊക്കെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചന്ദ്രിക വീണ്ടും ലക്ഷ്മിയോട് പറയുന്നുണ്ട്, അയ്യോ ഇതൊന്നും വേണ്ടാന്ന് പറയാമ്മേ. പക്ഷെ ലക്ഷ്മി അതൊന്നും കേൾക്കുന്നേ ഇല്ല. ആ സമയത്താണ് മുത്തശ്ശി പുറത്തേക്ക് വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ചന്ദ്രികയുടെ വീട്ടിലേക്ക് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഗ്രൈൻഡറും ഒക്കെ കാണുന്ന സമയത്ത് മുത്തശ്ശി നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്, അയ്യോ അയ്യോ അയ്യോ. മാത്രമല്ല മഹേന്ദ്രനും ലക്ഷ്മി അവിടെ നിൽക്കുന്നുമുണ്ട്. അത് കണ്ടപ്പോൾ ഒന്നുകൂടെ മുത്തശ്ശിക്ക് ദേഷ്യം കയറുകയാണ്. അവർ ചിന്തിക്കുന്നുണ്ട്, എന്താ ഇത്, ചന്ദ്രികയുടെ വീട്ടിലേക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ ഒക്കെ കൊണ്ടുപോവുകയാണല്ലോ. അവർ നേരെ അകത്തേക്ക് പോയിട്ട് മേഘയെ വിളിച്ച് കൂട്ടിക്കൊണ്ട് വരികയാണ്. മേഘ ഒരു പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, ഇപ്പം ഇതാണോ അത്ര അത്യാവശ്യം എന്നും പറഞ്ഞ് അതൊക്കെ വാങ്ങിച്ചിട്ട് മേഘയെ വലിച്ച് കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വരികയാണ്. മേഘ എന്താ കാര്യം എന്നറിയാതെ വന്നപ്പോൾ കാണുന്ന കാഴ്ച മേഘയും വല്ലാതെ ഞെട്ടിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളും അതിശയത്തോട് ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശി ഇത്? അത് കണ്ടതും മുത്തശ്ശി കളിയാക്കിക്കൊണ്ട് പറയാണ്, ചന്ദ്രിക കഷ്ടപ്പെടുന്നു എന്നും പറഞ്ഞ് നിൻ്റെ അച്ഛനും അമ്മയും കൂടി അവൾക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടി വി ഒക്കെ വാങ്ങിക്കൊടുക്കുവാണ്. അത് കേട്ടതും മേഘ അങ്ങോട്ടേക്ക് തന്നെ വീണ്ടും നോക്കുകയാണ്. അപ്പം ലക്ഷ്മി മലറിനോട് കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കുകയാണ്. മാത്രമല്ല മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് മുത്തശ്ശിക്ക് വീണ്ടും ഒരു സംശയം, അല്ല മേഘ, ഇനി ചന്ദ്രികയാണ് യഥാർത്ഥ മകളെന്ന് അവർക്ക് മനസ്സിലായി കാണുമോ? അപ്പോൾ മേഘ പറയാണ്, ഇല്ല മുത്തശ്ശി, ചന്ദ്രികയ്ക്ക് മാത്രമല്ല, നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കമ്പനി തന്നെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. മുത്തശ്ശിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. അപ്പോൾ മേഘ പറയാണ്, അങ്ങനെ ചന്ദ്രികയ്ക്കും കമ്പനി തന്നെ വാങ്ങിച്ചു കൊടുത്തതാ, അല്ലാതെ വേറെ ഒന്നുമില്ല. മേഘ സ്വയം സമാധാനിക്കാൻ വേണ്ടി എന്ന പോലെ പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്തൊക്കെയോ നീ പറയുന്നു, പക്ഷേ എനിക്കെന്തൊക്കെയോ കുഴപ്പങ്ങളുള്ളത് പോലെയാണ് തോന്നുന്നത്.
അവർ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോവുകയാണ്. മേഘയ്ക്ക് അവർ പോകുന്ന കണ്ടപ്പോൾ ഒന്നുകൂടെ സങ്കടം വരുന്നുണ്ടായിരുന്നു. മാത്രമല്ല വീണ്ടും മുന്നിലേക്ക് നോക്കുന്ന സമയത്ത് അമ്മയും അച്ഛനും ചന്ദ്രികയോടും മലരിനോടൊക്കെ പെരുമാറുന്നത് കാണുന്തോറും മേഘയ്ക്ക് വീണ്ടും ടെൻഷൻ കയറുകയാണ്. അങ്ങനെ അവർ സാധനങ്ങളൊക്കെ അകത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത ശേഷം പുറത്ത് വന്നിട്ട് മഹേന്ദ്രനോട് പറയാണ്, സർ സാധനങ്ങളൊക്കെ അകത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു. ഓക്കെ ശരി. മഹേന്ദ്രൻ അവർക്ക് താങ്ക്സ് പറയാണ്. ആ സമയത്ത് ലക്ഷ്മി മലറിനോട് പറയുന്നുണ്ട്, ഇനി മലറിന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കാർട്ടൂൺ കാണാലോ. അങ്ങനെ അവരവിടുന്ന് പോയതിന് ശേഷം ചന്ദ്രികയും മലരും അതുപോലെ തന്നെ ലക്ഷ്മിയും മഹേന്ദ്രനും കൂടി ആ വീടിനകത്തേക്ക് വരികയാണ് സാധനങ്ങളൊക്കെ വെച്ചത് നോക്കാൻ വേണ്ടി. അപ്പോൾ അകത്ത് വന്ന സമയത്ത് ടി വിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ടി വി കണ്ട ഉടനെ തന്നെ മലർ വേഗം പോയി ടി വി തൊട്ട് നോക്കുകയാണ്. ഹായ് ടി വി. അത് കണ്ടതും മഹേന്ദ്രനും ലക്ഷ്മിയും പുഞ്ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മലർ നേരെ പോയി ഫ്രിഡ്ജ് തുറന്നു നോക്കുകയാണ്. മാത്രമല്ല ചന്ദ്രികയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. അമ്മേ നോക്ക്, പുതിയ ഫ്രിഡ്ജ്. അത് കണ്ട് ചന്ദ്രിക ചിരിക്കുകയാണ്. അതിനുശേഷം വാഷിംഗ് മെഷീൻ്റെ നേരെ പോയിട്ട് മലറിന് മനസ്സിലായിട്ടില്ല അതെന്താ സാധനം എന്നുള്ളത്. അമ്മേ ഇതെന്താ അമ്മേ? അപ്പോൾ ചന്ദ്രിക പറഞ്ഞു കൊടുക്കുകയാണ്, അത് തുണി അലക്കാനുള്ളതാ, അതിൻ്റെ പേര് വാഷിംഗ് മെഷീൻ. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മലർ മോൾക്കെല്ലാം ഇഷ്ടമായോ? എല്ലാം ഇഷ്ടമായി മുത്തശ്ശ. പക്ഷേ ആ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ഇല്ലല്ലോ. അത് കേട്ടത് അവർ 3 പേരും ചിരിക്കുകയാണ്. അപ്പം മഹേന്ദ്രൻ പറയുന്നുണ്ട്, ആ ഫ്രിഡ്ജ് തന്നയാൾ ഐസ്ക്രീം വെക്കാൻ മറന്നുപോയിന്ന് തോന്നുന്നു. ഇപ്പോൾ നിനക്ക് ഐസ്ക്രീം കിട്ടിയാൽ പോരെ, മുത്തശ്ശി കൊണ്ടുവന്ന് തരും. എന്നിട്ട് ലക്ഷ്മിയോട് പറയാണ്, ലക്ഷ്മി നമ്മുടെ ഫ്രിഡ്ജിലുള്ള ഐസ്ക്രീം എല്ലാം ഈ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കണം. മലറിന് ഇഷ്ടമുള്ളപ്പോഴൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റണം. ശരി ഏട്ടാ, കൊണ്ടുവച്ചേക്കാം, ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക രണ്ടുപേരോടായിട്ട് പറയാണ്, ഈ സാധനങ്ങളെല്ലാം എൻ്റെ വീട്ടിൽ വരുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല സർ. ഞാൻ കഷ്ടപ്പെടരുതെന്ന് കരുതി നിങ്ങൾ എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുവാണ്. അത് കേട്ട് മഹേന്ദ്രനും ലക്ഷ്മിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ പറയാണ്, ഇതിനൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്നുണ്ട് സർ, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്ത് കണ്ണടയ്ക്കും. അത് മാത്രമാണ് ഇപ്പം എൻ്റെ ആഗ്രഹം. അത് കേട്ട് രണ്ടുപേരും മകളെ വാത്സല്യത്തോടെ നോക്കുകയാണ്. മാത്രമല്ല മഹേന്ദ്രൻ പറയുന്നുണ്ട്, എന്തിനാ ചന്ദ്രിക ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് ലക്ഷ്മി പറയാണ്, ആ ചന്ദ്രികയെ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്ക്. പിന്നെ അഴുക്ക് തുണിയൊക്കെ എടുത്തിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടേക്ക്. അതിനുശേഷം മലറിന് ഐസ്ക്രീം കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടുന്ന് പോവുകയാണ്. ചന്ദ്രികയാണെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന പുതിയ പുതിയ സാധനങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ്. സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് അവൾ ഉണ്ടായിരുന്നത്. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്രൻ ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയാണ്. ആ സമയത്ത് മേഘ അവളുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നത്, സിദ്ധാർത്ഥ് സാറ് മേഘയോടും ചന്ദ്രികയോടും കൂടെ പോകാൻ പറഞ്ഞിട്ടുണ്ട്, കാരണം ക്ലയൻസ് വന്നിട്ടുണ്ട് മുംബൈയിലുള്ള. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഞാൻ ചന്ദ്രികയും വന്നോളാം, നീ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം മേഘ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിസൈന് അവളുടെ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യാണ്. എന്നിട്ട് പുറത്തേക്ക് വന്ന സമയത്ത് ചന്ദ്രിക അവിടെ നിന്നിട്ട് ബാക്കിയുള്ള ഡിസൈൻസൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മേഘ അപ്പോഴാണ് അവളുടെ ഒരു കുതന്ത്രം ഉപയോഗിക്കുന്നത്. മേഘ നേരെ പോയിട്ട് ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രികയെ എന്താ മേഘ, മലരും പ്രിയയും പഠിക്കുന്ന സ്കൂളിൽ ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായി ചന്ദ്രികയെ. അത് കേട്ടതും ചന്ദ്രിക ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്താ ഈ പറയുന്നേ? അവൾ ആകെ ഞെട്ടിത്തരിച്ച് ചോദിച്ചപ്പോൾ മേഘ പറയുന്നുണ്ട്, ഇന്ന് പ്രിയയെ സ്കൂളിൽ വിട്ടിട്ടില്ല. നീ പോയി ഒന്ന് മലറിന് എന്തു പറ്റിയെന്ന് അന്വേഷിച്ച് ഉടനെ കൂട്ടിക്കൊണ്ടുവാ. അത് കേട്ടതും ചന്ദ്രിക ആകെ വെപ്രാളാവുകയാണ്. അപ്പോൾ മേഘ സമാധാനിപ്പിക്കുന്നുണ്ട്, നീ പേടിക്കേണ്ട, ആർക്കും കാര്യമായിട്ട് അപകടമൊന്നും പറ്റിയിട്ടില്ലെന്നാണ് അറിഞ്ഞത്. എന്തായാലും നീ പോയി മലറിനെ കൂട്ടിക്കൊണ്ടുവാ. ചന്ദ്രിക ആകെ ടെൻഷനാണ്. ചന്ദ്രിക പറയുന്നുണ്ട്, ഈശ്വര മലറിന് എന്തു പറ്റിയെന്ന് അറിയില്ലല്ലോ. മേഘ സിദ്ധാർത്ഥ് സാറ് ചോദിക്കുകയാണെങ്കിൽ ഈ കാര്യം പറയണേ, ഞാൻ പോയി മലറിനെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നീ പൊയ്ക്കോ. ചന്ദ്രിക വേഗം വെപ്രാളത്തോടെ അവളുടെ പേഴ്സ് മാത്രം എടുത്തിട്ട് അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് മേഘ കൗശലത്തോടെ ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ മേഘ ചന്ദ്രികയുടെ ഫോൺ അവിടെ കാണുകയാണ്. അതെടുത്തിട്ട് അവൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മേഘ ചിന്തിക്കുകയാണ്, ചന്ദ്രികയെ എന്നോട് മത്സരിക്കാൻ നീയോ? അല്ലെങ്കിൽ ഞാനതിന് സമ്മതിക്കുമോ? കഷ്ടപ്പെട്ട് നീ വരച്ച ഡിസൈൻസ് ഒന്നും ഇന്ന് ക്ലയൻസിന് പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് ചന്ദ്രിക പോയ ഭാഗത്തേക്ക് നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് ക്ലയൻസിൻ്റെ അടുത്തേക്ക് വരികയാണ് മേഘ. ആ സമയത്ത് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക എവിടെയെന്ന്. അപ്പോൾ ഒന്നും അറിയാത്തതുപോലെയാണ് മേഘ സംസാരിക്കുന്നത്. ചന്ദ്രികയോ? അവൾ അവളുടെ സീറ്റിലില്ലല്ലോ. അപ്പം തന്നെ സിദ്ധു വേഗം വിളിച്ചു നോക്കുകയാണ് ചന്ദ്രികയെ. പക്ഷെ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒന്നും അറിയാത്ത പോലെ മേഘ ചോദിക്കുകയാണ്, എന്തു പറ്റി സിദ്ധു? അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ചന്ദ്രികയുടെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. അത് കണ്ട് മേഘ കൗശലത്തോടെ ചിരിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രികയാണെങ്കിൽ വെപ്രാളത്തോടു കൂടി ഓട്ടോയിൽ കയറിയിട്ട് മലറിൻ്റെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.